ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷാരോൾഡ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റൊക്കെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. നമ്മൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പക്ഷേ പല സ്റ്റോക്കുകളും വളരെ താഴെ പോയിട്ടുണ്ട്. മെറ്റാ പ്ലാറ്റ്ഫോം താഴെയായിരുന്നു. ആപ്പിൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡ് തന്നെയാണ് അമേരിക്കയിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഡൗ ജോൺസ് ഇൻഡെക്സ് 46.97 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് പക്ഷേ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 ഇൻഡെക്സ് 5.75 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാസ്ഡാക്ക് 65.84 പോയിൻറ്റ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. റസൽ 2000 16.3 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് ഇന്നലെ 15.22 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് 14.74 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്നലെ ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയൻ മാർക്കറ്റൊക്കെ വീക്കായിരുന്നു. പക്ഷേ ചൈന, ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. നമ്മൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് 2088.60 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ $2156.5 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. $82.46 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മോർണിംഗിൽ $82 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. പൊതുവെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് പൊതുവെ മാർക്കറ്റ് ഒരു കോഷ്യസ് മോഡിലാണ്. ഇന്നാണ് ഫെബ്രുവരി മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ പുറത്തു വരുന്നത്. ഈ ഡാറ്റ വന്നതിന് ശേഷമാണ് US ഫെഡിൻ്റെ അടുത്ത ഡിസിഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുവരെ മാർക്കറ്റ് ഒരു വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു കോഷ്യസ് മോഡിൽ മൂവ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ അമേരിക്കൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ താഴെയാണ്. ബാങ്ക് ഓഫ് ജപ്പാൻ ഒരു പക്ഷേ അടുത്ത മീറ്റിങ്ങിൽ ഇപ്പോഴത്തെ മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് റെഗ്യൂം മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചെറുതായിട്ടൊരു വൊളാറ്റിലിറ്റിക്ക് വീണ്ടും ജാപ്പനീസ് മാർക്കറ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. വലിയ രീതിയിൽ ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിലും ചെറുതായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ബോട്ടം ഫിഷിംഗ് ചൈനീസ് സ്റ്റോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ച് തന്നെയാണ് വളരെ ബോട്ടം ലെവലിലാണ് ചൈനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എൻട്രി ചെയ്തേക്കാം. അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ സെബി ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. ബബിളാണ് പല സ്മോൾ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും എന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ മാർച്ച് 15 സ്ട്രെസ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ അടുത്തെല്ലാം. ഇതിൽ മേജറായിട്ട് ഡിസ്ക്ലോഷർ സെബി ആവശ്യപ്പെടുന്നത് അൺഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികൾ അതാത് പോർട്ട്ഫോളിയോയിൽ നിന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നുള്ള ഡിസ്ക്ലോസറും കൂടി നടത്തണം എന്നാണ് സെബിയുടെ ഡയറക്റ്റീവ്. അത്തരത്തിലുള്ള ഡിസ്ക്ലോഷർ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ജാക്കപ്പ് ചെയ്തുള്ള പല സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം സെബി വളരെ സ്ട്രോങ് റെഗുലേറ്ററാണ്. അതുകൊണ്ട് തന്നെ സെബിയുടെ ആക്ഷൻസ് മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ല ഹയർ ലെവൽ വരുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സജഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനൊന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല. മറിച്ച് ഹയർ ലെവലിൽ സ്മോൾ ക്യാപ്പ് ഓഹരികൾ എൻട്രി ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ. നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് വന്നുള്ളൂ. ട്രിവാൻഡ്രം എയർപോർട്ടിന് ഗ്ലോബൽ പോയിന്റ് ഓഫ് വ്യൂവിൽ 3 എയർപോർട്ടുകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അറൈവൽ ഫെസിലിറ്റികൾ ഏറ്റവും നന്നായി കൊടുക്കുന്ന 3 എയർപോർട്ടുകളിൽ ട്രിവാൻഡ്രം എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, അതുപോലെ തന്നെ അബുദാബി എയർപോർട്ടിനെയാണ് ഗ്ലോബൽ ഏജൻസീസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള അഡാനി എയർപോർട്ട് കമ്പനിയാണ്
ട്രിവാൻഡ്രം എയർപോർട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അടുത്ത വർഷങ്ങളിൽ അഡാനി എയർപോർട്ട് ഡീമർജ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. മറ്റൊരു പോസിറ്റീവ് ന്യൂസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ആദിത്യ ബിർള ഫിനാൻസ് NBFC ഉണ്ട് അവരുടെ, അത് ആദിത്യ ബിർള ക്യാപിറ്റലിലേക്ക് മെർജ് ചെയ്യാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിലൊന്നും തന്നെ മാറ്റം വരുന്നില്ല. അതേസമയം 1.04 ട്രില്യൺ അസറ്റുള്ള ആദിത്യ ബിർള ഫിനാൻസ് ആദിത്യ ബിർള ക്യാപിറ്റലിലേക്ക് മെർജ് ചെയ്യാണ്. വളരെ പോസിറ്റീവാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. കാരണം ആദിത്യ ബിർള ക്യാപിറ്റൽ ഒരു ടോപ്പ് ടയർ 15 NBFCകളിൽ ഒന്നായിട്ട് ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മെർജറോട് കൂടിയിട്ട് ആദിത്യ ബിർള ഫിനാൻസും കൂടി മെർജ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആദിത്യ ബിർള ക്യാപിറ്റൽ വളരെ സ്ട്രോങ് ആവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷനാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഹ്യൂജ് അസറ്റ്സ് ഉള്ള ഒരു സബ്സിഡിയറി പാരൻറ്റ് ഹോൾഡിംഗ് കമ്പനിയിലേക്ക് മെർജ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇക്വിറ്റി സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുന്നില്ല. ഈ ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഈ പുതിയ എൻറ്റിറ്റിയുടെ ഇൻഷുറൻസ് കമ്പനികളായിട്ട് തുടരും കൂടിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷനാണ് ആദിത്യ ബിർള ക്യാപിറ്റലും അതുപോലെ തന്നെ ആദിത്യ ബിർള ഫിനാൻസും മെർജ് ചെയ്യാനുള്ള ഡിസിഷൻ. ലോങ് റണ്ണിൽ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ കമ്പനിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. ITC ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി 4% എക്സിറ്റ് അടിക്കാനുള്ളൊരു തീരുമാനം എടുക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 380-390 പെർ റേറ്റുകളായിരിക്കാം വരുന്നത്, പെർ ഷെയർ റേറ്റ് ആയിരിക്കാം വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 20,000 കോടി രൂപ വർത്ത് ബ്ലോക്ക് ഡീൽ വന്നേക്കാം. നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ സ്റ്റേക്ക് വാങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് മാർക്കറ്റിലുള്ള ന്യൂസുകൾ. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ RVNL നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് RVNL. ഇന്നലെയും ഓർഡർ ബാങ്കിങ് ന്യൂസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 339.23 കോടി രൂപ വരെ ഓർഡർ മഹാരാഷ്ട്രയിൽ നിന്ന്, മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 47 കോടി രൂപ വരെ ഓർഡറും കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ്. TVS മോട്ടോഴ്സ് 8 രൂപ ഇൻ്ററിൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൻസ് നമ്മുടെ ഒരു ടോപ്പിക് തന്നെയാണ്. റെയിൽവേ സെക്ടർ എന്നുള്ള 957 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. റെയിൽവേയിൽ നിന്ന് വാഗൻസ് സപ്ലൈ ചെയ്യാനായിട്ട് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ HG ഇൻഫ്രയ്ക്കും 862.1 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നാണ്. മറ്റൊരു സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റിംഗ് ന്യൂസ് ഹിന്ദുസ്ഥാൻ സിങ്കിനാണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ 3 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ ഗവൺമെൻറ് എതിർക്കുകയാണ്. അപ്പോൾ ആ ന്യൂസും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നെഗറ്റീവായിട്ട്, സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസുകൾ. ധാരാളം ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കാണാം. നമ്മൾ ഇന്നലെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രഥം EPC പ്രൊജക്റ്റ് ഉണ്ട് NSE SMEയിൽ. എനിക്ക് തോന്നുന്നു നല്ലൊരു IPO ആണ്. ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്. സിഗ്നോറിയ ക്രിയേഷൻ ലിമിറ്റഡ് ആണ്. വുമൺസ് അപ്പാരൽ രംഗത്തുള്ളൊരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ്. 65 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. മാർക്കറ്റിലോട്ട് 2000 ആണ്. NSE SMEയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ NSE SMEയിൽ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സിഗ്നോറിയ ക്രിയേഷൻ ലിമിറ്റഡും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു NSE SME IPO ആണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നതാണ്. ഹൈ വൊളാറ്റിലിറ്റി വരും, ഹയർ ലെവൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം നമ്മൾ മാർക്കറ്റിൽ വീണ്ടും വൊളാറ്റിലിറ്റിക്കുള്ള പല ന്യൂസുകളും പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വരാം. ഇന്നലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് SBIയുടെ റിക്വസ്റ്റ് സുപ്രീം കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷനൊക്കെ നമ്മൾ SBI സ്റ്റോക്കിലും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല ന്യൂസ് ഫ്ലോസും ഇലക്ഷൻ നടക്കുന്തോറും വരാം. അതുകൊണ്ട് വളരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.